സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ജനങ്ങളുടെ അവകാശമാക്കിയ LDF സർക്കാരിന്റെ തീരുമാനം UDF സർക്കാർ 3 മാസം തികയും മുമ്പ് തന്നെ അട്ടിമറിച്ചുവെന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ. എല്ലാ മാസവും 25-നും 30-നും ഇടയിൽ കൈകളിലെത്തിയിരുന്ന പെൻഷൻ ഇനി വീടുകളിൽ നേരിട്ട് എത്തിക്കുന്നില്ലെന്നായിരുന്നു സർക്കാരിന്റെ പുതിയ തീരുമാനം. സർക്കാർ സൗകര്യം അനുസരിച്ച് ഇനി ബാങ്കുകളിലെത്തും. എന്നാൽ വലിയ തിടുക്കമൊന്നും സർക്കാർ കാണിച്ചിട്ടില്ല എന്ന് പറയണം. ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങാനുള്ള സമയവും അനുവദിച്ച് നൽകിയിട്ടുണ്ട്. 10 വർഷത്തെ രീതി പൊളിച്ചുള്ള UDFന്റെ ഉത്തരവ് ജില്ലയിൽ മാത്രം 3.5 ഗുണഭോക്താക്കളെ ദുരിതത്തിലാക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. 4.75 ലക്ഷം പേരാണ് ജില്ലയിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത്. അതിൽ 1.25 ലക്ഷം പേർക്കുമാണ് ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ എത്തുന്നത്. വാർദ്ധക്യകാലത്ത് ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ പര്യാപ്തമാക്കുന്ന ക്ഷേമ പെൻഷൻ അവകാശമായാണ് പ്രഖ്യാപിച്ചിരുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 600 രൂപയുണ്ടായിരുന്ന പെൻഷൻ ഒന്നാം പിണറായി സർക്കാരാണ് 1000 രൂപയാക്കി സഹകരണ ബാങ്കുകൾ മുഖേന വീടുകളിൽ എത്തിക്കാൻ തുടങ്ങിയത്. 2016-ൽ UDF സർക്കാർ അധികാരം വിട്ടൊഴിയുമ്പോൾ 18 മാസത്തെ കുടിശ്ശികയുണ്ടായിരുന്നു. അത് മുഴുവനും LDF സർക്കാർ കൊടുത്തു തീർത്തു. പിന്നീട് പടിപടിയായി അത് 2000 രൂപയാക്കി മാറ്റി. പ്രളയകാലത്ത് പോലും പെൻഷൻ വീടുകളിൽ എത്തിയിരുന്നത് സർക്കാരിന്റെ കടുംപിടുത്തമായിരുന്നു. തന്നെയായിരുന്നു. ഗുണഭോക്താക്കളിൽ 70% പേർക്കും ATM കാർഡ് ഉപയോഗിക്കാൻ അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. അക്കൗണ്ടുകളിൽ എത്തിയാലും ആവശ്യത്തിന് ഉപയോഗിക്കണമെങ്കിൽ ആരുടെയെങ്കിലും സഹായം ആവശ്യമായി വന്നേക്കും. അത് വലിയ ബുദ്ധിമുട്ട് തന്നെ സൃഷ്ടിക്കും. പെൻഷൻ വന്നു എന്നറിയാൻ പലരുടെയും കൈവശം മൊബൈൽ ഫോണുകൾ പോലുമില്ല. ഉള്ളവർക്കാണെങ്കിൽ മെസ്സേജ് നോക്കാനും അറിയില്ല. ഇനി എല്ലാ ഗുണഭോക്താക്കളും ATM കാർഡ് എടുക്കേണ്ടി വരും. പെൻഷൻ തുക യഥാർത്ഥ ഗുണഭോക്താവിന് ലഭിക്കില്ല. അധികാരത്തിലേറിയാൽ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്ന് വാഗ്ദാനം നൽകിയ UDF ഭരണം കിട്ടി 3 മാസം തികയും മുമ്പേ പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ആരോപണം. ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരിൽ 50% പേരുടെ ബാങ്ക് അക്കൗണ്ടുകൾ വർഷങ്ങളായി തന്നെ പ്രവർത്തിക്കുന്നില്ല. ഇത്തരം അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ ബാങ്കുകൾ പിഴ ഈടാക്കും. പെൻഷൻ തുക എത്തിയാൽ അത് പൂർണ്ണമായും പിഴയായി ബാങ്കുകൾ ഈടാക്കും. വർഷം 250 രൂപ നിരക്കിൽ കണക്കാക്കിയാൽ പലർക്കും 1000 കണക്കിന് രൂപ നഷ്ടമാകും. പണം പിൻവലിക്കാൻ പോകുമ്പോഴായിരിക്കും ചതി മനസ്സിലാകുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ 2 മാസത്തെ ക്ഷേമ പെൻഷൻ ഒന്നിച്ചു വരാത്ത ആദ്യത്തെ തിരുവോണമായിരിക്കും ഇത്. ആഘോഷവേളകളിൽ 1 മാസത്തെ മുൻകൂർ ഉൾപ്പെടെ 2 മാസത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് LDF സർക്കാരുകൾ വീട്ടിലെത്തിച്ചു നൽകിയിരുന്നു. വിഷു, ഓണം, പെരുന്നാൾ, ക്രിസ്മസ് തുടങ്ങിയ ആഘോഷവേളകളിലായിരിക്കും ഇത്. സർക്കാർ പണം അനുവദിച്ച് ഉത്തരവായാൽ ട്രഷറിയിൽ നിന്ന് എടുക്കാൻ അവധി ദിവസങ്ങൾക്ക് മൂലം കാലതാമസം നേരിടുകയാണെങ്കിൽ സഹകരണ ബാങ്കുകൾ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് പണമെടുത്ത് അന്ന് രാത്രി മുതൽ വീടുകളിൽ എത്തിച്ചു നൽകിയിരുന്നു. ഓരോ ഗുണഭോക്താവിനും 2 രസീതുകൾ വീതം പ്രിന്റ് എടുക്കാൻ തന്നെ വേണം സമയം ഒരുപാട്. രാത്രി തന്നെ ഈ പ്രക്രിയ പൂർത്തിയാക്കി അവധി ദിവസം നോക്കാതെ ഏജന്റുമാർ മുഖേന പെൻഷൻ എത്തിക്കാൻ സഹകരണ ബാങ്കുകളും ആത്മാർത്ഥമായി തന്നെ രംഗത്ത് വന്നിരുന്നു. എന്നാൽ അതൊന്നും ഇനി ഉണ്ടാവില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.